മാന്യശ്രോതാക്കൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. ഞാൻ ഇന്നും എല്ലാവരോടും എൻ്റെ പ്രഭാഷണ വേളയിലും അല്ലാതെ സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, നമ്മൾ 3 പേരോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. 3 വിഭാഗം ജനതയോടോ പ്രകൃതി ശക്തിയോടോ ആണ് കടപ്പെട്ടിരിക്കുന്നത്. ആ കടപ്പാടിനെ നമ്മൾ ഋണം, കടം എന്ന വാക്കുകൊണ്ട് തന്നെയാണ് സംസ്കൃതത്തിൽ പറയാറുള്ളത്. അതിലൊന്നാമത്തെ ഋണം ദേവഋണമാണ്. ഈശ്വരനോട്, പ്രകൃതിയോട് നമുക്ക് ഇങ്ങനൊരു മനുഷ്യജന്മം തന്ന് ഈ ഭൂമിയിൽ നടക്കുന്നത് കേട്ടും കണ്ടും വാസനിച്ചും സ്വാദറിഞ്ഞും ചർച്ച ചെയ്തും സ്പർശിച്ചും അനുദിനം സമഗ്രമായിട്ട് ഉയർന്നും വളർന്നും വിശകലനം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും പ്രതികരിച്ചുമെല്ലാം ജീവിക്കാൻ നമുക്ക് ഇതേപോലുള്ളൊരു ശരീരം തന്നതിന് പ്രകൃതിയോടുള്ള ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്, ആ കടപ്പാടിനെ നമ്മൾ ദേവഋണം എന്ന് പറയും. ആ ദേവഋണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വീട്ടാൻ സാധിക്കില്ല. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയോടുള്ള കടപ്പാട്, അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മരിച്ച ആ ജനതയോടുള്ള കടപ്പാട് നമുക്ക് വീട്ടാൻ നമ്മൾ ശ്രമിച്ചാലും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരെ സ്മരിക്കുക, അവരെക്കുറിച്ച് ഓർമ്മിക്കുക, അവരോട് നന്ദിയുള്ളവരാവുക, കൃതജ്ഞതയുള്ളവരാവുക. അതുകൊണ്ട് ദേവഋണം, ഈ പ്രകൃതിയോടും ഈശ്വരനോടുമുള്ള നമ്മുടെ കടപ്പാട് നമുക്ക് വീട്ടാൻ സാധിക്കില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരെ സ്മരിക്കുക, അവരെ ഓർക്കുക, ആ മഹാചൈതന്യത്തിൻ്റെ മുമ്പിൽ വണങ്ങുക. രണ്ടാമത്തെ കടപ്പാട് ഋഷി ഋണമാണ്. നമ്മുടെ ഋഷിവര്യന്മാരോട് നമുക്കുണ്ടാവേണ്ട കടപ്പാട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി എഴുതി നമുക്ക് തന്ന്, നീ ഇത് പഠിച്ച് സ്വയം പ്രബുദ്ധനാവുക, അതിലേക്ക് ചേർക്കാനുള്ളത് ചേർക്കുക, അതിൽ നിന്ന് മാറ്റാനുണ്ടെങ്കിൽ മാറ്റുക. ഈ അറിവ് ഉപയോഗിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ നിനക്കെത്രത്തോളം സാധിക്കുമോ അത്രത്തോളം സാധിക്കുക. ഈ അറിവുകൾ ഞങ്ങളുടേതല്ല, ഞങ്ങളുടെ പൂർവിക ഋഷിവര്യന്മാരാണ് ഇത് നൽകിയത്. പൂർവേഭിർ ഋഷിഭിർ ഈഢ്യോ നൂതനൈരുത എന്ന് ഋഗ്വേദത്തിലെ 2ാമത്തെ വരിയിൽ പറയുന്നു. പൂർവേഭിർ ഋഷിഭിർ, ഞങ്ങളെക്കാൾ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ തന്നത് ഇന്നും പ്രകൃതി പ്രപഞ്ച സത്യമായി, നൂതന സത്യമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നൂതനൈരുത, സനാതനം, ചിരപുരാതനവും നിത്യനൂതനവുമായിട്ട് നിലനിൽക്കുന്ന ആ മഹാ സത്യത്തെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരം അത് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ഞങ്ങളുടെ പൂർവികരായ ഋഷിവര്യന്മാരോടുള്ള കടപ്പാട് ഞങ്ങൾ വീട്ടുന്നു എന്ന് പറഞ്ഞ് ഋഷിവര്യന്മാർ നമുക്ക് എഴുതി തന്ന ആ അറിവുകൾ നമ്മൾ പഠിച്ച് ജീവിതത്തെ ധന്യമാക്കുമ്പോൾ, അടുത്ത തലമുറയെയും വരുന്ന തലമുറകളെയും സാംസ്കാരികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ധന്യമാക്കുമ്പോൾ ആ ഋഷിവര്യന്മാരോട് നമുക്ക് തീർക്കാൻ പറ്റാത്ത കടപ്പാടുണ്ട്. മറ്റെല്ലാ സംസ്കാരങ്ങളും മരിച്ചപ്പോഴും ഈ സംസ്കാരം മരിക്കാതെ നിൽക്കാൻ കാരണം മറ്റ് സംസ്കാരങ്ങൾ ബാഹ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകുമ്പോൾ നമ്മളുടെ ഋഷീശ്വരന്മാർ പ്രാധാന്യം നൽകിയത് ആന്തരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കാണ്. ആ മനസ്സിനെ ഉയർത്തി, ചിന്തകളെ ഉയർത്തി, കർമ്മത്തെ ഉയർത്തിയാൽ കർമ്മബലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും സ്വയം ഉയരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള ഭാരതീയ സംസ്കാരം ഇന്ന് ലോകം 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ലോകത്തിന് സ്വീകരിക്കാൻ പാകത്തിന് ഭാരതത്തിലെ ജനതയ്ക്ക് ഈ അറിവ് നൽകിയ ഋഷീശ്വരന്മാരോടുള്ള കടപ്പാട് നമുക്ക് എന്നുമുണ്ട്. ഋഷി ഋണം എന്നറിയപ്പെടുന്നു. ദേവഋണം, ദൈവത്തോടും പ്രകൃതിയോടുമുള്ള കടപ്പാട്. ഋഷി ഋണം, ഋഷിവര്യന്മാരോടുള്ള കടപ്പാട്. പിന്നെ പിതൃദിനം, നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്കൊരു കടപ്പാടുണ്ട്. അവരുടെ അച്ഛനോടും അമ്മയോടും അതിൻ്റെ പുറകിലുള്ള ഒരു പിതൃ സമൂഹത്തോടും നമുക്ക് കടപ്പാടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ മാറിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു ജന്മം ആയിരിക്കില്ല നമുക്ക് ലഭിക്കുക. ആ ലൈൻ, പിതൃക്കളുടെ ലൈൻ ശരിക്ക് വന്ന് നമ്മളുടെ മാതാപിതാക്കൾ വരെ എത്തി. ആ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ചു. ആ ജനിച്ച നമുക്ക്, നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്.
അവർ നമുക്കൊരു ജന്മം നൽകി നമ്മളെ വളർത്തി അവരുടെ രക്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുലപ്പാൽ നൽകി അവരുടെ സമയവും ഊർജവും സമ്പത്തും നമുക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മളെ വളർത്തി വലുതാക്കി ജഗദീശ്വര ഈ മക്കൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് അവരെ വേദനിപ്പിക്കരുതേ, അവർക്ക് എന്തെങ്കിലും വേദന കൊടുക്കാൻ ശിക്ഷയായിട്ട് നിനക്കാഗ്രഹമുണ്ടെങ്കിൽ അത് എനിക്ക് തരിക, എൻ്റെ മക്കളെ വേദനിപ്പിക്കരുതേ, അവർക്ക് എന്നും എവിടെയായാലും നന്മകൾ മാത്രം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മളെ കൈപിടിച്ച് പിച്ച വെച്ച് നടപ്പിച്ച് കാക്കയെയും അമ്പിളിയമ്മാവനെയും കാണിച്ച് നമ്മുടെ വായിൽ ചോറ് തന്ന് നമ്മൾ കരയുമ്പോൾ കരയാതിരിക്കാൻ അവർ ഉറങ്ങാതിരുന്ന് നമ്മളുടെ രോഗത്തെ അവരുടെ വേദനയേക്കാൾ വലിയ വേദനയാക്കി മാറ്റി നമ്മൾ സുഖമായിട്ട് ഉറങ്ങാനും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ചിരിക്കാനും വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ച ആ മാതാപിതാക്കളോടും അവരുടെ മാതാപിതാക്കളോടുമുള്ള നമ്മളുടെ കടപ്പാട്, പിതൃഋണം, അതും നമുക്ക് വീട്ടാൻ സാധിക്കില്ല. അപ്പം 3 ഋണങ്ങൾ നമുക്കുണ്ട്. ഈശ്വരനോടുള്ള ഋണം, ഋഷീശ്വരന്മാരോടുള്ള ഋണം, ഋഷി ഋണം, ആദ്യത്തേത് ദേവഋണം, പിന്നെ പിതൃഋണം. ഇതിന് നമ്മൾ വീട്ടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? വീട്ടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ വരി രാവിലെയും വൈകുന്നേരവും 10-15 മിനിറ്റ് ഈശ്വര സ്മരണയിലൂടെ കീർത്തനങ്ങളോ പ്രാർത്ഥനകളോ ധ്യാനത്തിലൂടെ ആ ചൈതന്യത്തെ ഓർമ്മിക്കുക. എങ്ങനെയാണോ നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ജീവിച്ചവരെ നമ്മൾ സ്മരിക്കുന്നത്, എങ്ങനെയാണോ ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ച് അതിന് കാരണഭൂതരായ വ്യക്തികളെക്കുറിച്ച് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, അവരെ ഓർമ്മിക്കുന്നത്, ആ ഓർമ്മ അത് തന്നെയാണ് വിളക്ക് കത്തിച്ച് പൂജിച്ച് മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഈശ്വരനെ ഓർമ്മിക്കുന്നത് തന്നെയാണ് ദേവഋണത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം. അതുപോലെ ഋഷി ഋണത്തിന് ഈ ഋഷിവര്യന്മാരെഴുതിയ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിൻ്റെ ധന്യതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെയും എതിർക്കുന്നവരെയും പുച്ഛിക്കുന്നവരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുക. അപ്പോൾ ഋഷി ഋണം നമുക്ക് വീട്ടാൻ സാധിക്കുന്നത് ഋഷിവര്യന്മാർ നൽകിയ ദുരാചാരത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ അനാചാരത്തിൻ്റെയോ വരികളുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിച്ച് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തി ശുദ്ധീകരിച്ച് ധന്യമായിട്ടുള്ള ആ അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഋഷിവര്യന്മാർ അവരുടെ പൂർവികരായ ഋഷിവര്യന്മാരോട് കാണിച്ചിരുന്ന കടം വീട്ടൽ പ്രക്രിയയ്ക്ക് വിധേയരായത്. പൂർവിക ഋഷിവര്യന്മാർക്ക് നൽകിയത് അടുത്ത തലമുറയ്ക്ക് നൽകിക്കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഋഷിവര്യന്മാരോടും നമ്മളുടെ പൈതൃകത്തിൻ്റെ ജനയിതാക്കളോടും നമുക്ക് നൽകാനുള്ള കടപ്പാട് വീട്ടൽ എന്ന് പറയുന്ന ഋഷിഋണം വീട്ടൽ, നമ്മൾ പഠിച്ചതും ഇനി പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുത്ത് ആ ഋഷിവര്യന്മാരുടെ അറിവ്, അവരുടേതായിട്ടുള്ള ആ സംഭാവന ലോകത്തിൽ എന്നും നിലനിർത്തുന്നതിലൂടെ അതിന് നമ്മളൊരു ഉപകരണമാകുന്നതിലൂടെയാണ് ഋഷിഋണം നമുക്ക് വീട്ടാൻ സാധിക്കുക. വർഷത്തിലൊരിക്കൽ കർക്കിടക വാവിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ച ദിവസമോ മരിച്ച തിഥിയിലോ നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ നടത്തുന്ന പിതൃകർമ്മവും പിതൃബലിയും നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടപ്പാട് വീട്ടുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി ശരീരം നൽകിയത് ഈ ശരീരത്തെ എത്രത്തോളം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമോ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥരായ നമ്മളുടെ മാതാപിതാക്കളെക്കുറിച്ച് ലോകജനത ചിന്തിക്കുന്നത്. എത്ര ധന്യയായ മാതാപിതാക്കളാണ് ഇതുപോലൊരു വ്യക്തിക്ക് ജന്മം നൽകിയത്. മറ്റൊരർത്ഥത്തിൽ ഈ ജന്മം നൽകിയ വ്യക്തിക്ക് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ മാതാപിതാക്കളുടെ ജന്മം തന്നെ പുണ്യമാണെന്ന് ജനത പറയുമ്പോഴാണ് ശരിക്ക് പിതൃഋണത്തിൻ്റെ ഇതായിട്ടുള്ള കടപ്പാടിൻ്റെ വീട്ടലിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ പിതൃഋണം വീട്ടാൻ സാധിക്കില്ല. ഈ ശരീരം, ഈ മനസ്സ്, ഇതെല്ലാം നമ്മളുടെ മാതാപിതാക്കൾ നല്ല ഒരു ശരീരവും നല്ലൊരു മനസ്സും നല്ലൊരു സംസ്കാരവും നല്ലൊരു വീക്ഷണവും നല്ലൊരു വാക്കുകളും പറയാനുള്ള അറിവുകൾ തന്നത് മുഴുവനും നമ്മളുടെ മാതാപിതാക്കളാണ്. അവരോടുള്ള കടപ്പാടും നമുക്ക് വീട്ടാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ നിത്യവും രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴും ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന പറയണം. ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം. ഒരു 3-4-5 പ്രാവശ്യം ഞാൻ പറയാം.
എൻ്റെ എല്ലാ പ്രഭാഷണ വേദികളിലും പ്രഭാഷണത്തിന് ശേഷം കഴിഞ്ഞ 6-7 മാസമായിട്ട് നിരന്തരം പറയാനുള്ളൊരു പ്രാർത്ഥനയാണിത്. ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രാർത്ഥനയാണിത്. അത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെയും പഠിപ്പിക്കണം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച. ഒപ്പം പറയാം, ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച. നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഒരുമിച്ചൊരു 3 പ്രാവശ്യം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച. നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച. നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച. നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ പൈതൃകം ലോക ജനതയ്ക്ക് സമർപ്പിച്ച യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജന്മം ലഭിച്ച് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ ഋഷിവര്യന്മാരെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും നമ്മളിൽ ഓരോരുത്തരുടെയും പുറത്തും നിലനിൽക്കുന്ന മഹാചൈതന്യമേ, നിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞാൻ അഥവാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 നിങ്ങൾക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം.